ഇതുപോലെ അനങ്ങാതിരുന്ന് വായിച്ചോണം. ഇവന്മാരെ കൊണ്ട് തോറ്റു. ബാനു, ബബ്ലു, അമ്മേന്റെ ക്യൂബ് എടാ നിക്കാനവിടെ. ബബ്ലു കേറ് കേറ്. ഇതാ പിടിച്ചോ, ഇതാ പിടിച്ചോ. ഞാൻ ആദ്യം എടുത്തേ. അയ്യോ അത് പൊട്ടും അമ്മേ. എന്താ അവിടെ? ദേ ഞാനിങ്ങോട്ട് വന്നോണ്ടല്ലോ. അമ്മേന്റെ അബാക്കസ് അതിന്റെ മുത്തെല്ലാം പോയി. ഈ ബാനുവാ, ഞാനല്ല, ഈ ബബ്ലുവാ. രണ്ടുപേരും ഇങ്ങ് വന്നേ. ദേ തറയിൽ കിടക്കുന്ന എല്ലാ മുത്തും പെറുക്കി ഇതിൽ ഇട്ടോണം. ഇല്ലെങ്കിൽ നോക്കിക്കോ. ആ എന്തോ ചെയ്യും? ബബ്ലു, ഞാൻ ചോപ്പ് എടുക്കാം, നീ പച്ച എടുത്തോ. നിനക്ക് അങ്ങനെ തന്നെ വേണം. അമ്മേ, ഞങ്ങൾ പെറുക്കി വെച്ചു. ഇങ്ങനെയാണോ ഇത് അടുക്കുന്നത്? ഇങ്ങോട്ട് നോക്ക്. ഓരോ കമ്പിയിലും ഓരോ നിറത്തിലുള്ള മുത്ത് വേണം. ഇതിൽ ചുവപ്പ്, ഇതിൽ കറുപ്പ്, ഇതിൽ പച്ച. ഇപ്പൊ മനസ്സിലായോ? ആ വേഗം അടുക്കി വെക്ക. വേണ്ടായിരുന്നു. എനിക്ക് വിശക്കുന്നു. ആഹാ കൊള്ളാലോ. രണ്ടുപേരും വന്ന് കാപ്പി കുടിക്കാം. ഇനി ചേച്ചിയുടെ സാധനങ്ങൾ ചീത്തയാക്കിയ ഇതായിരിക്കില്ല ശിക്ഷ കേട്ടോ. അതെ, ആഹാരം കഴിച്ചിട്ട് രണ്ടുപേരും കൂടി അമ്മയ്ക്ക് കുറച്ച് കൂൺ പറിച്ചോണ്ട് വാ. പിന്നെ ദൂരത്തെങ്ങും പോവരുത്. ബബ്ലു, നമുക്ക് നാ വഴി പോവാം. ആ ശരി ശരി. അയ്യോ അയ്യോ അമ്മേ, അയ്യോ അയ്യോ. വണ്ടി കയ്യിന്ന് വിട്ടുപോയതാ. ആണോ? എന്നാ രണ്ടുപേരും കൂടി ആ പച്ചക്കറിയൊക്കെ ഒന്ന് വാരി വെച്ചേ. അമ്മാ, അയ്യോ. കൊള്ളാലോ, നിങ്ങൾ മിടുക്കന്മാർ തന്നെ. ഇങ്ങനെ എല്ലാം തരംതിരിച്ചു വയ്ക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ പോട്ടെ. വളരെ ഉപകാരം. ശരി. അയ്യോ, കൂണുകളൊന്നും ഇല്ലല്ലോ. പക്ഷെ ആ കഴുതച്ചേണ്ട വണ്ടിയില് ഒത്തിരി കൂണുണ്ടായിരുന്നു. അമ്മയോട് എന്തു പറയും? ആഹാ, രണ്ടുപേരും എവിടായിരുന്നു? എന്താ ഇത്രയും താമസിച്ചേ? അല്ല, കൂണൊന്നും പറിച്ചില്ലേ? കൂണൊന്നും കിട്ടിയില്ല. നിങ്ങളാണോ ആ കഴുതച്ചേട്ടന്റെ വണ്ടി തള്ളിയിട്ടത്? ഇനി വന്നേ.
പക്ഷെ ഞങ്ങളെല്ലാം പറക്കി വെച്ചല്ലോ. നിങ്ങൾ പച്ചക്കറിയൊക്കെ നന്നായി അടുക്കി വെച്ചെന്ന് കഴുതച്ചേട്ടൻ പറഞ്ഞു. അതിന് നിങ്ങൾക്കുള്ള സമ്മാനമായിട്ട് നിറയെ കൂണും തന്നു. ദാ അമ്മയുടെ സമ്മാനം. അമ്മ തന്നെയാണല്ലോ ഞങ്ങളെ അത് പഠിപ്പിച്ചേ. ആണോടാ? ചുണ്ടനും ചിണ്ടനും നാട്ടുകാരാണേ, കണ്ടതെല്ലാം കക്കും കൂട്ടുകാരാണേ. ചുണ്ടനും ചിണ്ടനും നാട്ടുകാരാണേ, കണ്ടതെല്ലാം കക്കും കൂട്ടുകാരാണേ. ചുണ്ടന്റെ കാലിൽ കറുത്ത പാടുണ്ടേ, ചിണ്ടന്റെ വാലിൽ വെളുത്ത പാടുണ്ടേ. ചുണ്ടന്റെ കാലിൽ കറുത്ത പാടുണ്ടേ, ചിണ്ടന്റെ വാലിൽ വെളുത്ത പാടുണ്ടേ. ചുണ്ടനും ചിണ്ടനും നാട്ടുകാരാണേ, കണ്ടതെല്ലാം കക്കും കൂട്ടുകാരാണേ. ചുണ്ടനും ചിണ്ടനും ഒത്തു നടന്നു, കണ്ടന്റെ വീട്ടിൽ പമ്മിക്കടന്നു. ചുണ്ടനും ചിണ്ടനും ഒത്തു നടന്നു, കണ്ടന്റെ വീട്ടിൽ പമ്മിക്കടന്നു. ചുണ്ടനോ നല്ലൊരു മത്തിയും കട്ടു, ചിണ്ടനോ നല്ലൊരു കപ്പയും കട്ടു. ചുണ്ടനോ നല്ലൊരു മത്തിയും കട്ടു, ചിണ്ടനോ നല്ലൊരു കപ്പയും കട്ടു. കണ്ടനത പോലെ കണ്ടുപിടിച്ചു, ചുണ്ടനും ചിണ്ടനും രണ്ടു കൊടുത്തു. കണ്ടനത പോലെ കണ്ടുപിടിച്ചു, ചുണ്ടനും ചിണ്ടനും രണ്ടു കൊടുത്തു. ചുണ്ടന്റെ കാല് പകുതിയും പോയി, ചിണ്ടന്റെ വാല് മുഴുവനും പോയി. ചുണ്ടന്റെ കാല് പകുതിയും പോയി, ചിണ്ടന്റെ വാല് മുഴുവനും പോയി. ആരത്? ആരാണ് ചോദിച്ചത്? കേട്ടില്ലേ? അയ്യോ, എന്നെ രക്ഷിക്കണം. എന്റെ പിന്നാലെ ഒരു പൂച്ച വരുന്നുണ്ട്. അതെന്നെ പിടിക്കും. പേടിക്കണ്ട, അകത്തേക്ക് കേറിക്കോളൂ. നീയെങ്ങാനും ഒരു പല്ലിയെ കണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ഇവിടെ പല്ലിയുടെ മണമുണ്ടല്ലോ. ഏയ്, നീ എന്താ ചെയ്യുന്നത്? നീ അന്വേഷിക്കുന്ന പല്ലി ഇവിടെയെങ്ങുമില്ല. പൊയ്ക്കോ ഇവിടുന്ന്.
ജീവൻ രക്ഷിച്ചു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇനി ഞാൻ പോട്ടെ. വേണ്ട വേണ്ട, ആ കുറിഞ്ഞി പൂച്ച ഇവിടെ എവിടെയോ ഉണ്ട്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. അതുവരെ നീ ഒരിടത്തും പോകരുത്. ശരി, ഞാൻ ഒരിടത്തും പോയില്ല. അത്ഭുതം തന്നെ. നിനക്ക് എങ്ങനെ ചുവരിലൂടെ നടക്കാൻ കഴിഞ്ഞു? ഓ അതോ, ഇത് ഞങ്ങൾ പല്ലികളുടെ ഒരു കഴിവാണ്. ഇനിയും ഇതുപോലെ വേറെ വല്ല സൂത്രം ഉണ്ടോ ചങ്ങാതി? സൂത്രങ്ങൾ ഇനിയുമുണ്ട്. മറ്റൊരിക്കൽ കാട്ടിത്തരാം. ഞാൻ പോയിട്ട് വരാം. ശരി ചങ്ങാതി. കുറിഞ്ഞിപ്പൂച്ച ഇവിടെയൊന്നുമില്ല. അത് കുറിഞ്ഞിപ്പൂച്ചയാണല്ലോ. അയ്യോ, അവളെന്നെ ചെങ്ങാതിയെ പിടിച്ചോ? നീ ആ പല്ലിയെ പിടിച്ചോ? ഏയ് ഇല്ല, ഞാൻ അവളെ പിന്നീട് കണ്ടതുപോലുമില്ല. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. പോയി നോക്കാം. ചെങ്ങാതി ചെങ്ങാതി ചെങ്ങാതി, നീ എവിടെയാണ്? അയ്യോ, ഇത് അവളുടെ വാലാണല്ലോ. അയ്യോ, അവളെ പൂച്ച പിടിച്ചു. എനിക്ക് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ചങ്ങാതി, ഞാൻ ഇവിടെയുണ്ട്. ഏ, ഇവിടെയുണ്ടോ? ആ, ആശ്വാസമായി. ചങ്ങാതി പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. പൂച്ചയുടെ കയ്യിൽ നിന്നും ഞാൻ വാല് മുറിച്ചാ രക്ഷപ്പെട്ടത്. അയ്യോ, വാല് മുറിച്ചോ? അതെങ്ങനെ? നീ എന്തിനാ വെളിയിലിറങ്ങിയത്? എന്നോട് ക്ഷമിക്കൂ, ഞാനൊരു പ്രാണിയെ പിടിക്കാൻ വെളിയിലിറങ്ങിയതാ. ഇങ്ങനെയുള്ള അവസരത്തിൽ ഞങ്ങൾ പല്ലികൾ വാല് മുറിച്ചിട്ട് രക്ഷപ്പെടും. വാലിന്റെ കാര്യമോർത്ത് വിഷമിക്കണ്ട, അതിനിയും വളരും. ഇനി വേറെ ഒരിടത്തും പോകണ്ട. എന്നോടൊപ്പം ഇവിടെ കഴിഞ്ഞോളൂ. ചങ്ങാതിയുടെ ഇഷ്ടം പോലെ.